എല്ലാവരും എന്തെടുക്കുന്നു? ഹായ്, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയായിരുന്നല്ലേ? അമ്പലത്തിലൊക്കെ രാവിലെ പോയി. പിന്നെ എന്താ, അപ്പോൾ വന്നപ്പോൾ മുതൽ തുടങ്ങിയ ഓയിലിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒരാൾക്ക് തന്നെ കുറച്ചധികം ഓയിൽ വേണമായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയിലേക്ക് തന്നെയാണ് കേട്ടോ, അവരങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്നത്. ഇപ്പം അവരുടെ ഫാമിലി ഫുള്ള് ഇസ്രായേലോട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ളത് ഞാൻ ആ കവറിനകത്ത് തന്നെ സെപ്പറേറ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. പിന്നെ അവരുടെ ഫാമിലി ഓരോരുത്തരാണ് നമുക്ക് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഫുൾ ഫാമിലി ഒരു കുടുംബത്തിലേക്കുള്ളതായിരുന്നേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഓയിൽ അത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് മൊത്തത്തോടെ എടുത്ത് കൊടുത്തതും കൊണ്ട് ഇനി ഓയിലിന് ഒരു പഞ്ഞം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി. നിങ്ങൾ എപ്പോഴും ചോദിക്കത്തില്ലേ ഓയിൽ അവൈലബിൾ ആണോ? നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ ഇനി ആരും അങ്ങനെ ചോദിക്കണ്ട കേട്ടോ. പിന്നെ ഓയിൽ എപ്പോഴും അവൈലബിൾ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നിരോധിച്ചിരിക്കുന്നത് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഓയിൽ ഇല്ല എന്ന് പറയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഓയിൽ ഇത്രയും നേരവും കുറച്ച് നേരം ഇപ്പം ഞാൻ അതെല്ലാം ആറാനായിട്ട് വലിയ പാത്രത്തിൽ വെച്ചിരിക്കുക കേട്ടോ താഴെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓയിലിനെ പറ്റി ഒരു വീഡിയോ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഷോർട്സിനകത്ത് ഇനി കേൾക്കാത്തതാണോ കാണാത്തതാണോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വരുന്നുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് കുറേ ഭാഗമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുഴുവനും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വീഡിയോയും കൂടെ വീഡിയോ എടുക്കും ഞാൻ ചിലപ്പം കേട്ടോ. എന്നാലും നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ എടുക്കുകയും അത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ഒക്കെ ഒന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു എന്താ പറയുന്നത്, അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആയുർവേദ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഇതാരാണ് തയ്യാറാക്കി തരുന്നത്? നമുക്ക് ഒത്തിരി ആയുർവേദ ഡോക്ടർമാർ നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ഉണ്ടാക്കുന്നത്, കൈപുണ്യം കൊള്ളാമല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവരോടും ഞാൻ തന്നെയാണ് എൻ്റെ ഓയിൽ ഉണ്ടാക്കുന്നത്. അത് ഈ കൈപുണ്യം എന്ന് പറയുമല്ലോ, അത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടേ ഞാൻ കാണത്തുള്ളൂ. ദൈവം എന്നെ അനുഗ്രഹിച്ചേക്കുക, അതുകൊണ്ടാകട്ടോ. അപ്പം ആ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്കതൊന്നും കൂടുതൽ പറയാൻ അറിയത്തില്ല. ആ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ഒരു ഇത് ആയത്. മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അപ്പം ഓയിലെല്ലാം ഉണ്ടാക്കി ഭയങ്കര ചൂടായിരുന്നു കൂട്ടുകാരെ. അപ്പം എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസമല്ല ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതിങ്ങനെ കൊടുക്കേണ്ടത് വന്നതുകൊണ്ടാണ് ഇന്നിപ്പം പെട്ടെന്ന് ഓയിലിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന അപ്പം എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പം നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെക്കണമെന്ന് ഓർത്തു. സത്യം പറയാമല്ലോ, ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ ആൻസറായിട്ട് ഓരോന്നോരോന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഓർക്കുന്നൊക്കെ ഇവിടെ പറയാം കേട്ടോ. അപ്പം അപ്പം എന്നുള്ള പിന്നെയും പറയുന്നല്ലേ, അതങ്ങനെ ആയിപ്പോയി കേട്ടോ. ഒരു കോട്ടയം ഭാഷയാണ്, നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടാൽ മതിയേ. പിന്നെ എൻ്റെ ആൻറ്റി കഴിഞ്ഞ ദിവസം എന്നെ വഴക്ക് പറഞ്ഞു, എന്ത് പറഞ്ഞാലും കേട്ടോ എന്ന് ഞാൻ പറയുവാന്നേ. അപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ചിലപ്പോൾ വന്നു പോകുന്നതാ, അറിയാതെ പറഞ്ഞു പോകുന്നതാ. ആൻറ്റിയോട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴും ഞാൻ കേട്ടോ എന്ന് പറയും കേട്ടോ. അതാ രസം കേട്ടോ. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ശല്യമായെങ്കിൽ അങ്ങ് ക്ഷമിക്കണം കേട്ടോ. കേട്ടോ എന്ന് തോന്നല്ലേ. അപ്പോൾ ആൻറ്റി പറയുന്നത് കറക്റ്റല്ലേ. എന്നോട് പറഞ്ഞു, നീ തന്നെ നിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കുക, അപ്പോൾ അറിയാൻ പറ്റും എത്ര പ്രാവശ്യം കേട്ടോ എന്ന് പറയുന്നുണ്ട്, അപ്പം എന്ന് പറയുന്നുണ്ടെന്നൊക്കെ കേട്ടോ. പിന്നെ വന്നല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അതിനി നോക്കി ചെയ്യാം അല്ലേ. എനിക്ക് വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഞാൻ കാണത്തില്ല കേട്ടോ. എനിക്കത് ഇങ്ങനെ പിന്നെ അത് കാണുന്നത് എനിക്കെന്തോ പോലെയാണ്. ഞാൻ അങ്ങ് സേവാക്കും അപ്ലോഡാക്കുക, നിങ്ങളുടെ മുന്നിൽ എത്തിക്കാത്തില്ല. അപ്പോൾ ഓയിലിൻ്റെ കാര്യം പറയാം. അപ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ആര് തയ്യാറാക്കുന്നതാണ്? ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ്. ഞാൻ എത്ര പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം 2.25 വർഷമായതേ ഉള്ളൂ. അല്ല, 2.25 ഫെബ്രുവരി 2-ാം തീയതിയാണ് നമ്മൾ ഇത് ഓൺലൈനിൽ തരാൻ തുടങ്ങിയത്. 2024 ഫെബ്രുവരി 2-ാം തീയതി. 2025 ഫെബ്രുവരി 2 ഒരു വർഷം. 2026 ഫെബ്രുവരി കഴിഞ്ഞിപ്പം മാർച്ചായി. അപ്പം
2 വർഷവും 1 മാസവും ആയിട്ടേ ഉള്ളൂ നമ്മുടെ ഓയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം മുതൽ തന്നെ എൻ്റെ ഓയിൽ തയ്യാറാക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഓയിൽ അവൈലബിൾ ആണോ, ഓയിൽ സർവീസ് ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പം ഇനിയും പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പം എൻ്റെ വീഡിയോസ് കുറേ കാണിച്ചുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ തയ്യാറാക്കുന്നതും കാണാൻ പറ്റും, എൻ്റെ വോയിസും കേൾക്കാൻ പറ്റും. ഓക്കെ. ഹായ്, എല്ലാവരും വന്നെടുക്കുന്നു. സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയിരുന്നല്ലേ, അമ്പലത്തിലൊക്കെ രാവിലെ പോയി. പിന്നെ എന്താ, അപ്പോൾ വന്നപ്പോൾ മുതൽ തുടങ്ങിയ ഓയിലിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ കുറച്ചധികം ഓയിൽ വേണമായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയിലേക്ക് തന്നെയാണ് കേട്ടോ, അവരങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്നത്. ഇപ്പം അവരുടെ ഫാമിലി ഫുള്ള് ഇസ്രായേലോട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ളത് ഞാൻ ആ കവറിനകത്ത് തന്നെ സെപ്പറേറ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. പിന്നെ അവരുടെ ഫാമിലി ഓരോരുത്തരെ നമുക്ക് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഫുൾ ഫാമിലി ഒരു കുടുംബത്തിലേക്കുള്ളതായിരുന്നേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഓയിൽ അതിരിപ്പുണ്ടായിരുന്നു. അപ്പം അത് മൊത്തത്തോടെ എടുത്ത് കൊടുത്തത് കൊണ്ട് ഇനി ഓയിലിന് ഒരു പഞ്ഞം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി. നിങ്ങൾ എപ്പോഴും ചോദിക്കത്തില്ലേ ഓയിൽ അവൈലബിൾ ആണോ, നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ ഇനി ആരും അങ്ങനെ ചോദിക്കണ്ട കേട്ടോ. പിന്നെ ഓയിൽ എപ്പോഴും അവൈലബിൾ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നിരോധിച്ചിരിക്കുന്നത് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഓയിൽ ഇല്ല എന്ന് പറയട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഓയിൽ ഇത്രയും നേരം, കുറച്ച് നേരം ഇപ്പം ഞാൻ അതെല്ലാം ആറാനായിട്ട് വലിയ പാത്രത്തിൽ വെച്ചിരിക്കുക കേട്ടോ താഴെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓയിലിനെ പറ്റി ഒരു വീഡിയോ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഷോർട്സിനകത്ത് ഇനി കേൾക്കാത്തതാണോ കാണാത്തതാണോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വരുന്നുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് കുറേ ഭാഗമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വീഡിയോയും കൂടെ വീഡിയോ എടുക്കും ഞാൻ ചിലപ്പം കേട്ടോ. എന്നാലും നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ എടുക്കുകയും അത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ഒക്കെ ഒന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു എന്താ പറയുന്നത്, അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആയുർവേദ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഇതാരാണ് തയ്യാറാക്കി തരുന്നത്? നമുക്ക് ഒത്തിരി ആയുർവേദ ഡോക്ടർമാർ നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ഉണ്ടാക്കുന്നത്, കൈപുണ്യം കൊള്ളാമല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവരോടും ഞാൻ തന്നെയാണ് എൻ്റെ ഓയിൽ ഉണ്ടാക്കുന്നത്. അത് ഈ കൈപുണ്യം എന്ന് പറയുമല്ലോ, അത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടേ ഞാൻ കാണത്തുള്ളൂ. ദൈവം എന്നെ അനുഗ്രഹിച്ചേക്കുക, അതുകൊണ്ടാകട്ടോ. അപ്പം ആ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്കതൊന്നും കൂടുതൽ പറയാൻ അറിയത്തില്ല. ആ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ഒരു ഇത് ആയത്, മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അപ്പം ഓയിലെല്ലാം ഉണ്ടാക്കി ഭയങ്കര ചൂടായിരുന്നു കൂട്ടുകാരെ. അപ്പം എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതിങ്ങനെ കൊടുക്കേണ്ടത് വന്നതുകൊണ്ടാണ് ഇന്നിപ്പം പെട്ടെന്ന് ഓയിലിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന അപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പം നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെക്കണമെന്ന് ഓർത്തു. സത്യം പറയാമല്ലോ, ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ ആൻസർ ആയിട്ട് ഓരോന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഓർക്കുന്നൊക്കെ ഇവിടെ പറയാം കേട്ടോ. അപ്പം അപ്പം എന്നുള്ള പിന്നെയും പറയുന്നല്ലേ, അതങ്ങനെ ആയിപ്പോയി കേട്ടോ. ഒരു കോട്ടയം ഭാഷയാണ്, നിങ്ങൾക്ക് കൂട്ടിക്കൊട്ടാൽ മതിയേ. പിന്നെ എൻ്റെ ആൻറ്റി കഴിഞ്ഞ ദിവസം എന്നെ വഴക്ക് പറഞ്ഞു, എന്ത് പറഞ്ഞാലും കേട്ടോ എന്ന് ഞാൻ പറയുവാന്നേ. അപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ചിലപ്പോൾ വന്നു പോകുന്നതാ, അറിയാതെ പറഞ്ഞു പോകുന്നതാ. ആൻറ്റിയോട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴും ഞാൻ കേട്ടോ എന്ന് പറയും കേട്ടോ. അതാ രസം കേട്ടോ. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ശല്യം ആൻറ്റി അങ്ങ് ക്ഷമിക്കണം കേട്ടോ. കേട്ടോ എന്ന് തോന്നല്ലേ. അപ്പോൾ ആൻറ്റി പറയുന്നത് കറക്റ്റ് അല്ലേ. ഞാൻ എന്നോട് പറഞ്ഞു, നീ തന്നെ നിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കുക, അപ്പോൾ അറിയാൻ പറ്റും എത്ര പ്രാവശ്യം കേട്ടോ എന്ന് പറയുന്നുണ്ട്, അപ്പം എന്ന് പറയുന്നുണ്ടെന്നൊക്കെ കേട്ടോ. അവിടെ പിന്നെ വന്നല്ലേ. അപ്പോൾ അതാണ്. അപ്പം അതിനി നോക്കി ചെയ്യാം അല്ലേ. എനിക്ക് വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഞാൻ കാണത്തില്ല കേട്ടോ. എനിക്കത് ഇങ്ങനെ പിന്നെ അത് കാണുന്നത് എനിക്ക് എന്തോ പോലെ, ഞാൻ അങ്ങ് ഇത് സേവ് ആക്കുക, അപ്ലോഡൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറില്ല. അപ്പോൾ ഓയിലിൻ്റെ കാര്യം പറയാം. അപ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ആര് തയ്യാറാക്കുന്നതാണ്? ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ്. ഞാൻ എത്ര പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം 2.25 വർഷമായതേ ഉള്ളൂ. അല്ല, 2.25 ഫെബ്രുവരി 2 തീയതിയാണ് നമ്മൾ ഇത് ഓൺലൈനിൽ തരാൻ തുടങ്ങിയത്. 2024 ഫെബ്രുവരി 2 തീയതി, 2025 ഫെബ്രുവരി 2 ആയപ്പോൾ 1 വർഷം, 2026 ഫെബ്രുവരി കഴിഞ്ഞിപ്പോൾ മാർച്ചായി. അപ്പം 2 വർഷവും 1 മാസവും ആയിട്ടേ ഉള്ളൂ നമ്മുടെ ഓയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം മുതൽ തന്നെ എൻ്റെ ഓയിൽ തയ്യാറാക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഓയിൽ അവൈലബിൾ ആണോ, ഓയിൽ സർവീസ് ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പം ഇനിയും പുതിയ ആൾക്കാർ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാനിരുന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പം എൻ്റെ വീഡിയോസ് കുറേ കാണിച്ചുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ തയ്യാറാക്കുന്നതും കാണാൻ പറ്റും, എൻ്റെ വോയിസും കേൾക്കാൻ പറ്റും. ഓക്കെ. നമ്മുടെ ഓയിൽ ഇതാ കാച്ചി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മളിപ്പം
ഒരുപാട് 12 ആയുർവേദിക് പ്രോഡക്ട്സ്, നല്ല നല്ല മഞ്ചിഷ്ട, കോലരക്ക്, ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല കേട്ടോ. ഒത്തിരിയും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ശുഭ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ശുഭയുടെ മാത്രം സീക്രട്ടായിട്ടിരിക്കട്ടെ. അങ്ങനെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയില് ഇത്രയും ജനങ്ങൾക്ക് കരിമംഗല്യം മാറി, കറുത്തപ്പാട് മാറി, എല്ലാവരെയും സുന്ദരികളാക്കുന്ന ന്യൂ ബോൺ ബേബീസ് മുതൽ നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മുടെ ഓയിൽ തേച്ചിട്ട് പാളെ കിടത്തിയും ഷീറ്റെ കിടത്തിയും ഒക്കെ എന്നെ കാണിക്കുന്നുണ്ട് വാട്സപ്പിൽ കേട്ടോ. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്നെ അവർ ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേരെന്നെ അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ട്. എന്നെ ദൈവം അനുഗ്രഹിക്കുന്ന കൂടാതെ ഒരുപാട് ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത്, ഒരുപാട് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലിരുന്ന്, ഗുജറാത്തിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഗുജറാത്തിലോട്ട്, കന്യാകുമാരി, അങ്ങനെ ഓരോ സ്ഥലങ്ങളെടുത്ത് പറയാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ഓയിൽ നല്ല ഭംഗിക്ക് ഒരുപാട് ജനങ്ങൾ തേക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങളുടെ ഒരു അംഗീകാരം, അല്ല എന്താ പറയുന്ന ഒരു ആശീർവാദം, എനിക്കെന്താ പറയേണ്ട അതിനൊക്കെ ഒരു വേർഡ് എനിക്കറിയത്തില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ശുഭയുടെ ചാനലിൽ ശുഭയുടെ മുഖം ഒന്ന് കാണാൻ പറ്റിയതിന് ഈശ്വരനോട് നന്ദി പറയുവാന്നും പറഞ്ഞ് ഒരുപാട് ജനങ്ങൾ എനിക്ക് വാട്സപ്പിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായപ്പം ഇങ്ങനെ ഒരു കളറ് കുറവായിരുന്നു, ശുഭയുടെ ഓയിൽ തേച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ജനങ്ങൾ പറയുമ്പം ഒരുപാട് സന്തോഷം എനിക്ക് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ ഓയിൽ അയക്കാമോ എന്നൊരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് സ്ഥിരം വാങ്ങിക്കുന്ന ഒരു 2-3 ചേച്ചിമാരുണ്ട്. അവരുടെ കുട്ടികൾക്കും ഒക്കെ ആയിട്ട് അവർ ഫാമിലി ആയിട്ട് ഈ 3 കൂട്ടരും അവിടെ തന്നെയാണ്. അവർക്ക് മാത്രം ഹസ്ബൻഡ് കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ പോയി നമ്മുടെ ഓയിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിൽ പോസ്റ്റ് ഓഫീസ് വഴി അവൈലബിൾ അല്ല, അവർക്ക് അതിനുള്ള സർവീസ് ഇല്ല. നമ്മൾ DTDC കൊറിയർ വഴിയാണ് നമ്മൾ ഓയിൽ അയക്കുന്നത്. അതിനുള്ള അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓയിലിൻ്റെ കാര്യങ്ങൾ. പിന്നെയും ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വാട്സപ്പിൽ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നതാണെങ്കിൽ അതിന് റിപ്ലൈ ഞാൻ തരത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയാത്ത എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഓയിൽ ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ സ്ഥിരം നമ്പർ, ഈ ഒരു നമ്പരേ ഉള്ളൂ. വാട്സപ്പ് നമ്പരും ഗൂഗിൾ പേ നമ്പരും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഈ നമ്പർ വീഡിയോയിൽ കൂടെ നമ്പർ പറയരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ, നമ്മുടെ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുത്തേക്കാം. ആ ഒരു നമ്പരാണ് നമുക്ക് നമ്മുടെ ഓയിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ. വാട്സപ്പ് ഉള്ളിയാണ്. വാട്സപ്പ് വഴി മാത്രമേ നമുക്ക് ഓയിൽ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓയിൽ ഓർഡർ ചെയ്താൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ന്യൂഡൽഹി, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അങ്ങോട്ട് കുറച്ച് കൊറിയർ ചാർജ് സാധാ കൊറിയർ ചാർജിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതൽ ഓയിൽ വെച്ചേക്കാൻ പറയും. അപ്പം ഒറ്റ കൊറിയർ ചാർജിൽ തന്നെ ഓയിൽ ഒരു 5 ഓയിൽ, 6 ഓയിൽ, 10 ഓയിൽ വരെ നമുക്ക് വയ്ക്കാം കേട്ടോ. അതിപ്പം എല്ലാവർക്കും അറിയാം. പിന്നെ കന്യാകുമാരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഒരു കുറച്ച് കന്യാകുമാരി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. ഇങ്ങോട്ടൊക്കെ ഒരു 5-6 ദിവസം എടുക്കും. ഗുജറാത്തിലേക്കും ഒരു 5-6 ദിവസം എടുക്കും. പിന്നെ ഓയിൽ ഓർഡർ ചെയ്തതിന് ശേഷം എപ്പോൾ കിട്ടും അങ്ങനെ ആരും ചോദിക്കരുത് കേട്ടോ. എന്തിനാ വാട്സപ്പ് വെറുതെ നിറയ്ക്കാവുന്നല്ലേ ഉള്ളൂ, അല്ലാതെ എന്തിനാ അങ്ങനെ. എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ട് ഇടും. ഇല്ലേ, നിങ്ങൾ വാങ്ങിച്ച് ഇത്രയും ജനങ്ങൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അഥവാ കുറേ ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ട്രാക്കിംഗ് എടുപ്പിക്കും. നമ്മൾ DTDC പറഞ്ഞിട്ട് ട്രാക്കിംഗ് എടുപ്പിക്കും. അപ്പോൾ ആ പയ്യൻ പറയും, ചേച്ചി ഇന്ന സ്ഥലത്ത് വരെ ആയി, അല്ലെ ഇന്ന സ്ഥലത്ത് വരെ ചെന്നു, അല്ലെങ്കിൽ അങ്ങ് വന്നു കഴിഞ്ഞ് DTDCന്ന് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അത് റിട്ടേൺ വിടുന്നുണ്ട്, അതും ഇവിടം വരെ ആയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾ തരുന്ന നമ്പർ അത് വിളിച്ചാൽ കിട്ടുന്നതായിരിക്കണം. എല്ലാ DTDCന്നും ഏത് സ്ഥലങ്ങളിലോട്ടാണെങ്കിലും അവർ വിളിക്കും, ഇങ്ങനെ ഒരു ഓർഡർ, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, അപ്പോൾ
ചിലർ DTDC പോയി കളക്ട് ചെയ്യാൻ വന്നെടുക്കാൻ പറയും. ചിലർക്ക് നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ കൊണ്ടുത്തരും. അതായത് ഓരോ സ്ഥലത്തുള്ള DTDC ആൾക്കാരെ ഇതായിട്ട് ഇരിക്കും കേട്ടോ. അല്ലാതെ നമ്മളിപ്പം നമുക്ക് ഓരോരുത്തർക്കും അയക്കുമ്പോൾ ഇത് അങ്ങ് കൊണ്ട് കൊടുക്കണം കേട്ടോ, വീട്ടിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലരങ്ങനെ വാട്സപ്പിൽ എനിക്ക് എന്നോട് പറയുന്നതാണ് കേട്ടോ, ശുഭേ ഇത് വീട്ടിൽ കൊണ്ട് തരാൻ പറയണം കേട്ടോ. ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് അവിടെയുള്ള DTDCയിൽ അറിയാൻ പറ്റുമോ? നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ, നിങ്ങൾ തരുന്ന പിൻകോഡിൽ ഞാൻ ഓയിൽ DTDC പയ്യൻ എൻ്റെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ പയ്യൻ്റെ DTDCക്കാരുടെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം. അവർ ട്രാക്കിംഗ് ഒക്കെ വെച്ച് അവരങ്ങോട്ട് അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. ചില സന്മനസ്സുള്ളവർ, നല്ല മനസ്സിന് ഉടമകൾ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ട് തരും. ചിലർ വന്ന് കളക്ട് ചെയ്യാൻ പറയും. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.